ഇത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ ആസ് ആൻ ആംപ്ലിഫയർ. അതിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അതിനെ കുറിച്ചാണ്. അപ്പൊ അതില് ആ സർക്യൂട്ടാണ് ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് വരച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് പ്രകാരം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് റിവേഴ്സും ഫോർവേഡും കൊടുക്കുന്നത് നമ്മൾ VCC വഴിയാണ്. നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് VCC രണ്ട് റെസിസ്റ്റേഴ്സ് വഴി, ലോഡ് റെസിസ്റ്റർ RB, ബേസിലേക്ക് വരുന്ന ബേസ് റെസിസ്റ്റർ, അങ്ങനെ രണ്ട് റെസിസ്റ്റർ വഴിയാണ് നമ്മൾ എമിറ്റർ ബേസും കളക്ടർ ബേസും ഒക്കെ അതിന്റെ ബയാസിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ CC എന്ന് പറഞ്ഞിട്ടൊരു കപ്ലിംഗ് കപ്പാസിറ്ററിനെ അവിടെ നമ്മൾ സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിന്റെ ദൗത്യം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേഞ്ചിങ് സിഗ്നൽ, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ചേഞ്ച് ഉള്ള ഒരു സിഗ്നലിനെ മാത്രം ഇൻപുട്ടിലോട്ട് കടത്തിവിടുക. അതുപോലെ തിരിച്ച് DC വോൾട്ടേജ് ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ടിലോട്ട് അതിന് ബയാസിങ് ചെയ്യാൻ വേണ്ടി എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസിലും കളക്ടർ ബേസ് റിവേഴ്സ് ബയാസിലും നിർത്താൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ DC വോൾട്ടേജ് ഒരിക്കലും ഇൻപുട്ടിലോട്ട് പോവാൻ പാടില്ല, അത് ബ്ലോക്ക് ചെയ്ത് നിർത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടി കപ്ലിംഗ് കപ്പാസിറ്റർ CCക്ക് ഉണ്ട്. പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും വേവ് ഫോം ഫിഗർ ഒക്കെ വരച്ച് തന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് കിടക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടും തന്നത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്. ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുക ആദ്യം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പിന്നെ ഇൻപുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുക പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിലെ സിഗ്നലിന്റെ വലുപ്പം ഒന്ന് കുറവാണ്. ഔട്ട്പുട്ടിലെ സിഗ്നലിന്റെ വലുപ്പമാണെങ്കിലോ ഔട്ട് ഓഫ് ഫേസ് സിഗ്നൽ ആണെങ്കിൽ കൂടിയും വലിപ്പം കൂടുതലാണ്. ദാറ്റ് മീൻസ് ആംപ്ലിഫൈഡ് ഫോമിലാണ് വരുന്നത്. ഇനി അത് എന്താണെന്നുള്ള വർക്കിംഗ് ആണ് അടുത്ത സ്ലൈഡിൽ നമുക്ക് ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ സർക്യൂട്ടില് ഇൻപുട്ടില് നമ്മൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന നേരത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. അപ്പൊ ഇൻപുട്ടില് ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ആണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന നേരത്ത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലാവും. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലാവുമ്പോൾ നിങ്ങൾക്കറിയാം എമിറ്ററിൽ നിന്ന് കൂടുതൽ കാരിയേഴ്സ്, മെജോറിറ്റി കാരിയേഴ്സ് നമ്മൾ കളക്ടറിലോട്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസിലായി കഴിഞ്ഞാൽ നമ്മൾ പറയുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നല് പിന്നെ എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മൾ ഫിഗറിലോട്ട് തന്നെ വീണ്ടും നോക്കുകയാണെങ്കിൽ VCCയിൽ നിന്ന് ഒരു റെസിസ്റ്റർ, കളക്ടർ റെസിസ്റ്റർ വഴി നമ്മൾ നേരെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലോട്ട് കണക്ട് ചെയ്ത് പിന്നെ എമിറ്റർ കൊണ്ട് എർത്ത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഔട്ട്പുട്ട് സൈഡിലെ കണക്ഷൻ വരുന്നത്. അപ്പൊ ഇൻപുട്ടിൽ നമ്മൾ ഒരു സിഗ്നൽ കൊടുത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന് ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളക്ടറിൽ നിന്നുള്ള നമ്മൾ ഒഴുകുന്ന കറണ്ട് നേരെ കളക്ടർ ടു എമിറ്റർ ഷോർട്ടായി നേരെ എമിറ്ററിൽ ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിലൂടെ വന്ന് എമിറ്ററിൽ വന്ന് എർത്തായി പോകും. അതായത് ഔട്ട്പുട്ടിലേക്ക് സിഗ്നൽസ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ നേരത്തെ നമുക്ക് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും, അതും ആംപ്ലിഫൈഡ് ഫോമിലുള്ള ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി ഇൻപുട്ടില് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ വർക്കിംഗ് ആണ് ഈ പറഞ്ഞത്. ഇനി ഇൻപുട്ടില് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവും. റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലോട്ട് പോയി എന്ന് പറയും. ട്രാൻസിസ്റ്റർ ഓഫ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളക്ടറിൽ നിന്നുള്ള ഒരു കറണ്ടിനെ നേരെ തന്നെ ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിലൂടെ എമിറ്റർ വഴി എർത്ത് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എവിടേക്ക് പോകാനേ പറ്റുള്ളൂ? കളക്ടറിൽ നിന്നുള്ള സിഗ്നല് കളക്ടറിലെ റെസിസ്റ്റർ വഴി നേരെ ഔട്ട്പുട്ടിലോട്ട് പോകും. ഔട്ട്പുട്ടിൽ എന്ത് കണക്ട് ചെയ്യുന്നു ആ ഡിവൈസിലോട്ട് പോകും. ആ ഡിവൈസിലോട്ട് പോകുമ്പോൾ ഔട്ട്പുട്ടിലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുക, അതും ആംപ്ലിഫൈഡ് ഫോമില്. അതാണ് ഇവിടെ ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്ന വർക്കിംഗ്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആവണ നേരത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു. നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ആംപ്ലിഫൈഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ലഭിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ
ഇൻപുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇൻപുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്ന സൈഡ് റിവേഴ്സ് ബയാസിലാവുന്നു, ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലോട്ട് പോകുന്നു. അന്നേരം നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ലഭിക്കുന്നു, അതും ആംപ്ലിഫൈഡ് ഫോമിൽ. ഇതാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്.